വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ യൂണിറ്റ് 4-ലെ ദി ക്രോ എന്ന പോയമാണ്. നമുക്ക് ആ പോയം ഒന്ന് വായിക്കണ്ടേ? ലെറ്റ് us റീസൈറ്റ്. നമുക്കൊന്ന് വായിക്കാം. ദി ക്രോ. There once was a crow. He was black, as you know. How to be beautiful, he wanted to know. Colorful feathers, he wanted to grow. എന്താണ് പറയുന്നത്? There once was a crow. ഒരിക്കലേ ഒരു കാക്കയുണ്ടായിരുന്നു. He was black, as you know. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അവന് നല്ല കറുപ്പ് നിറമായിരുന്നു. He was black. അവന് കറുപ്പ് നിറമായിരുന്നു. എങ്ങനെയാ? ആസ് യു നോ, നിങ്ങൾക്കറിയാവുന്നതുപോലെ. നിങ്ങൾക്കറിയാമോ കാക്കയ്ക്കെല്ലാം കറുപ്പ് നിറമാണെന്ന്? അതുപോലെ അവന് നല്ല കറുപ്പ് നിറമായിരുന്നു. ഹൗ ടു ബി ബ്യൂട്ടിഫുൾ, എങ്ങനെയാണ് സുന്ദരനാകുക? ഹീ വോണ്ടഡ് ടു നോ, അവൻ അറിയണമായിരുന്നു. അവൻ്റെ കറുപ്പ് നിറത്തിന് സൗന്ദര്യമില്ലെന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ അവൻ വിചാരിച്ചു, ഹൗ ടു ബി ബ്യൂട്ടിഫുൾ, എങ്ങനെയാണ് നല്ല സുന്ദരനാകുക? ഹീ വോണ്ടഡ് ടു നോ, അവനത് അറിയണമായിരുന്നു. ഹീ വോണ്ടഡ് ടു നോ ഹൗ ടു ബി ബ്യൂട്ടിഫുൾ എന്നാ, എങ്ങനെയാണ് സുന്ദരനാകുക എന്നേ അവൻ അറിയണമായിരുന്നു. കളർഫുൾ ഫെതേഴ്സ് ഹീ വോണ്ടഡ് ടു ഗ്രോ. ഹി വോണ്ടഡ് ടു ഗ്രോ കളർഫുൾ ഫെതേഴ്സ്, നല്ല നിറമുള്ള തൂവലുകൾ അവന് ഉണ്ടാകണമായിരുന്നു, അല്ലേ? അവനതിങ്ങനെ നല്ല നിറമുള്ള തൂവലുകൾ ശരീരത്തിൽ വളർത്തണമായിരുന്നു. ഹി വോണ്ടഡ് ടു ഗ്രോ ഇറ്റ്. ഹേ ഫൗണ്ട് വൺ പീക്കോക്ക് ഫെദർ. അപ്പോഴാണ് അവനൊരു പീക്കോക്കിൻ്റെ തൂവൽ കണ്ടത്. പീക്കോക്ക് എന്താണ്? മയിൽ. മയിലിൻ്റെ തൂവലുകൾക്ക് നല്ല വർണ്ണപ്രഭയല്ലേ, നല്ല ഭംഗിയാണല്ലോ, അല്ലേ? അപ്പോൾ ഹീ ഫൗണ്ട് വൺ പീക്കോക്ക് ഫെദർ. അവൻ പോകുന്ന വഴിക്ക് അവനൊരു മയിൽപ്പീലി കിട്ടി. ഹീ സ്റ്റക്ക് ഇറ്റ് ഇൻ ഹിസ് ടെയിൽ. അതവൻ്റെ വാലയിലോട്ട് അവൻ കുത്തിവെച്ചു. അവൻ്റെ വാലിലെ മയിൽപ്പീലി കുത്തിവെച്ചു, മനസ്സിലായില്ലേ? കുത്തിച്ചേർത്ത് വെച്ചു. He stuck it in his tail. Then he found another. അപ്പോഴാണ് വേറൊന്നും കൂടി കണ്ടത്. He picked up all without fail. പെട്ടെന്ന് തന്നെ അവനെല്ലാം പെറുക്കിയെടുത്തു. He picked up all without fail. ഒന്നും കളയാതെ അവൻ എന്ത് ചെയ്തു? എല്ലാം പെറുക്കിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? He stuck them in his wings. അതൊക്കെ തൻ്റെ ചിറകുകളിൽ സ്റ്റക്ക് ചെയ്ത് വെച്ചു. എല്ലാം ചിറകുകളിലോട്ട് കുത്തിവെച്ചു. ആൻഡ് ഹിസ് വിങ്സ്, അവൻ്റെ ചെറുകളിലേക്ക് അവൻ എന്ത് ചെയ്തു? കിട്ടിയ മയിൽപ്പീലികളൊക്കെ തിരികെ വെച്ചു. പുട്ട് വൺ ഓൺ ഹിസ് ഹെഡ്. ഒരെണ്ണെടുത്ത് അവൻ്റെ തലയിലോട്ടും കുത്തിവെച്ചു, മനസ്സിലായില്ലേ? ഹീ പുട്ട് വൺ ഓൺ ഹിസ് ഹെഡ്. ഒരെണ്ണെടുത്ത് തലയിലും വെച്ചു, അല്ലേ? അപ്പോഴോ ഐ ആം നൗ ബ്യൂട്ടിഫുൾ. ഇപ്പം എന്നെ കാണാൻ എന്തൊരു സൗന്ദര്യ. ഐ ആം നൗ ബ്യൂട്ടിഫുൾ, ഇപ്പം ഞാൻ വളരെ സുന്ദരനാണ്. ഹി ഡാൻസ്ഡ് ആൻഡ് സെഡ്. അവൻ നൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലേ? ദ അതർ ക്രോസ് ലാഫ്ഡ് അറ്റ് ഹിം. മറ്റ് കാക്കകളൊക്കെ അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ഓ വാട്ട് എ ഫൂൾ യു ആർ. ഓ ഇവനെന്തൊരു മന്ദബുദ്ധിയാണ്, എന്തൊരു വിഡ്ഢിയാണ് എന്നാണ് അവർ പറഞ്ഞത്, അല്ലേ? ഓ വാട്ട് എ ഫൂൾ യു ആർ. ഓ നീ എന്തോ ഒരു മണ്ടനാണ്, അല്ലേ? എന്തൊരു വിഡ്ഢിയാണ്. ഫൂൾ മീൻസ് വിഡ്ഢി. എന്തോ ഒരു വിഡ്ഢിയാണ്. യു ആർ ബ്യൂട്ടിഫുൾ ഇൻ ബ്ലാക്ക്. നിനക്കേ കറുപ്പ് നിൻ്റെ അഴകാണ് എന്നാ പറഞ്ഞത്. യു ആർ ബ്യൂട്ടിഫുൾ ഇൻ ബ്ലാക്ക്. നീ കറുപ്പിലും സുന്ദരനാണ്. കറുപ്പ് നിറമുണ്ടെങ്കിലും നീ അതിസുന്ദരനാണ്, അതാ പറഞ്ഞത്. യു ആർ ബ്യൂട്ടിഫുൾ ഇൻ ബ്ലാക്ക്. വി ലവ് യു ഫോർ വാട്ട് യു ആർ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നേ നീ എന്താണോ അതായിക്കൊണ്ടാണ്, അല്ലേ? വി ലവ് ഫോർ വാട്ട് യു ആർ. നീ എന്താണോ ഇപ്പോൾ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നീ വേറെ തൂവലുകളൊന്നും എടുത്ത് വെച്ച് കൂടുതൽ ഭംഗിയൊന്നും കൂട്ടണ്ട. നിനക്ക് ഭംഗിയുണ്ട്. അതാണ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത്, അല്ലേ? അവരെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാ. ഓ വാട്ട് എ ഫൂൾ യു ആർ. നീ എന്തൊരു വിഡ്ഢിയാണ്. യു ആർ ബ്യൂട്ടിഫുൾ ഇൻ ബ്ലാക്ക്. നിനക്ക് കറുപ്പ് നിനക്കൊരഴക് തന്നെയാണ്. വി ലവ് യു ഫോർ വാട്ട് യു ആർ. നീ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നത്. എൻ്റെ അർത്ഥം നീ പ്രത്യേകിച്ച് സുന്ദരനാകാൻ വേറെ
പക്ഷികളുടെ തൂവലൊന്നും വെച്ച് അണിഞ്ഞൊരുങ്ങണ്ട. നിനക്ക് നിൻ്റെ കറുപ്പിന് അതിൻ്റേതായ ഒരു നല്ല സൗന്ദര്യമുണ്ടെന്നാണ്, നല്ല അഴകുണ്ടെന്നാണ് മറ്റ് കാക്കകൾ അവനോട് പറഞ്ഞത്. നമുക്ക് ഈ സൈറ്റ് വേർഡ്സ് ഒക്കെ നോക്കാം. വൺസ്, ONC, വൺസ്. വൺസ് മീൻസ് ഒരിക്കൽ. വൺസ് ദെയർ വാസ് എ കിങ്. ഒരിക്കൽ ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കഥ പറഞ്ഞെടുക്കുമ്പോൾ വൺസ് ഉപയോഗിക്കാറുണ്ട്. ആസ്, ആസ് യു സോ യു റീപ്പ്. നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയുന്നില്ലേ, അത്. ഹൗ, എങ്ങനെ. ഹൗ ആർ യു എന്ന് നമ്മൾ ചോദിക്കാറില്ലേ, ഹൗ ആർ യു. ടു, എവിടേക്കെന്ന് പറയല്ലേ, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പം ഐ എം ഗോയിങ് ടു ദ സ്കൂൾ, ഐ എം ഗോയിങ് ടു ദ ഷോപ്പ്. ടു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഐ എം ഗോയിങ് ടു ദ സ്കൂൾ. വൺ മീൻസ് ഒന്ന്. ബി ആകുന്നു, ബി എ ഗുഡ് ഗേൾ എന്ന് പറയുമല്ലോ. ബി എ ഗുഡ് ബോയ്, നല്ലൊരു കുട്ടിയാകുക അല്ലേ. നൗ, ഇപ്പോൾ. അറ്റ്, ഹീ ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. അവൻ മേശയ്ക്കരികിലിരിക്കുന്നു. പിന്നെയോ, ഓൾ ഓഫ് അസ് ആർ ബോയ്സ്. നമ്മളെല്ലാം എന്ന രീതിയിലാണ് പറയുന്നു. ഓൾ ഓഫ് അസ് ആർ ബോയ്സ്, ഞങ്ങളെല്ലാവരും ആൺകുട്ടികളാണ്. ഓൾ ഓഫ് അസ് ആർ ഗേൾസ്, ഞങ്ങളെല്ലാവരും പെൺകുട്ടികളാണ്. ഇറ്റ് ഈസ് എ ഗുഡ് ബുക്ക്, ഇതൊരു നല്ല ബുക്കാണ്. ഇറ്റ് ഈസ് എ ഗുഡ് ബുക്ക്, ഇതൊരു നല്ല ബുക്കാണ്. അടുത്തത് ന്യൂ വേർഡ്സ് ആണ്. ന്യൂ വേർഡ്സ്. കളർഫുൾ, വർണ്ണപ്രഭയുള്ള, നല്ല വർണ്ണമുള്ള, നല്ല നിറമുള്ള എന്നൊക്കെയാണ് കളർഫുൾ, നല്ല നിറമുള്ള. ഫെദർ എന്ന് വെച്ചാൽ തൂവലുകൾ. പക്ഷിയുടെ ദേഹത്തെ തൂവലുകൾക്ക് ഫെദർ എന്നാണ് പറയുന്നത്. വിങ്സ്, ചിറകുകളാണ്. വിങ്സ്, ചിറകുകൾ. പിഗ്ഡ്, എടുത്തു. ഫൂൾ, വിഡ്ഢി. ലവ്, സ്നേഹം. ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള. പീക്കോക്ക്, എന്താണ് പീക്കോക്ക്? മയിൽ, ആൺമയില പീക്കോക്ക്. പെൺമയിൽ ഹെന്നാണ്. അനദർ, മറ്റൊന്ന്. ലെറ്റ് us സ്പീക്ക്, നമുക്ക് സംസാരിക്കാം. വിച്ച് വേഴ്സ് ഡു യു സീ അറൗണ്ട് യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും ഏതൊക്കെ പക്ഷികളെയാണ് നിങ്ങൾ കാണുന്നത്? ഓർ നിയർ യുവർ സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ സമീപത്ത് ഏതൊക്കെ പക്ഷികളെയാണ് നിങ്ങൾ കാണുന്നത്? ഉത്തരം ഇതാണ്. വി സീ ക്രോസ്, സ്പാരോസ്, മൈന, hen, heron near our house and school. B, what do you like about the crow? കാക്കേ നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് അഴുക്കുകളൊക്കെ കൊത്തിപ്പെറുക്കി തിന്ന് അവിടെ എല്ലാം വൃത്തിയാക്കൂല്ലേ. ക്രോസ് ക്ലീൻ ദ സറൗണ്ടിങ്സ് ബൈ ഈറ്റിംഗ് ഓൾ ദ സ്പിൽഡ് ഫുഡ് ആൻഡ് റബിഷ്. അടുത്ത പേജ് നോക്കിയേ. 6 പടങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ പടം എന്താണ്? അരയന്നത്തിൻ്റെ പടം. ടി സ്വാൻ. അരയന്നത്തിൻ്റെ ഇംഗ്ലീഷിലെ പേര് സ്വാൻ എന്നാണ്. SWAN, സ്വാൻ. അടുത്തത് പാരറ്റ്. PARROT, പാരറ്റ്, തത്തമ്മി. അടുത്ത പടം നോക്കിയേ. ഒരു കുരുവിയുടെ പടം. കുരുവിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുക? സ്പാരോ. SPARROW, സ്പാരോ. അടുത്തത് താറാവ്. ഡക്ക് മീൻസ് താറാവ്. അടുത്തത് പൂവൻ കോഴിയാണ്. കോക്ക്. COCK, കോക്ക്. അടുത്തതോ ആൺമയില അല്ലേ. ആൺമയിലിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ആൺമയിലിന് പീകോക്ക് എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കിയേ. അടുത്ത പേജ്. ഡ്രോ യുവർ ഫേവററ്റ് ബേർഡ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ബോക്സിലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പക്ഷിയെ വരയ്ക്കണം. ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം ഇൻ ദ ഗിവൺ ബ്ലാങ്ക്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. മൈ ഫേവററ്റ് ബേർഡ് ഈസ്, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷിയുടെ പേരെഴുതണം അവിടെ. അതിനുശേഷം ആ പക്ഷിയുടെ പടവും വരച്ച് ചേർക്കണം കേട്ടോ. നമുക്ക് അടുത്ത പേജ് നോക്കാം. ലെറ്റ് us ലിസൺ. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ക്ലോസ് യുവർ ഐസ് ആൻഡ് ലിസൺ യുവർ ടീച്ചർ. കണ്ണൊക്കെ അടച്ച് ടീച്ചർ പറയുന്നത് കേൾക്കണം. സേ ദ ഫോളോവിങ് വേർഡ്സ്. ഈ വേർഡ്സൊക്കെ പറയണേ. ലിസൺ ആൻഡ് റിപ്പീറ്റ് ദ വേർഡ്സ് ആസ് ഷീ സേസ്. കേട്ടിട്ട് ടീച്ചർ പറയുന്നതിനൊപ്പം നിങ്ങളും പറയണം. യു മേ ക്ലാപ്പ് ഫോർ ഈച്ച് സിലബിൾ ഓഫ് ദ വേർഡ്.
ആ വാക്കിലെ ഓരോ സിലബിളിനും നിങ്ങൾ കൈയൊന്ന് കൊട്ടണം. മനസ്സിലായില്ലേ? അപ്പോൾ പീ കോക്ക് എന്നതിന് നമുക്ക് പി എന്നും കോക്ക് എന്നും 2 സിലബിളാക്കാം. പീ കോക്ക്, പീ കോക്ക്. പീ കോക്കിനെ 2 സിലബിളാക്കി മാറ്റാം. പി എന്നും കോക്ക് എന്നും. അപ്പോൾ പീ കോക്ക് എന്ന് ഒന്നിച്ച് പറയാം. മനസ്സിലായില്ലേ? ഫെദർ അങ്ങനെയായിരിക്കും പിരിച്ചു പറയുമ്പോഴേ FEA ഫെദർ, ഫെദർ, FEA ഫെദർ, THER. അപ്പോൾ ഫെദർ എങ്ങനെ പറയും? FEA ഫെ, THER തർ, ഫെദർ. അപ്പോൾ ഫെ എന്നുള്ളത് ആദ്യത്തെ സിലബിള്, രണ്ടാമത്തെ സിലബിള് തർ എന്നാണ്. ബ്യൂട്ടിഫുൾ, ബ്യൂ എന്നുള്ളത് ആദ്യത്തെ സിലബിൾ, ടി എന്നുള്ള രണ്ടാമത്തെ സിലബിള്, മൂന്നാമത്തെ സിലബിള് ബ്യൂട്ടി കഴിഞ്ഞ് പിന്നെ എന്തുണ്ട്? ഫുൾ. അപ്പോൾ ബ്യൂട്ടി ഫുൾ. അപ്പോൾ 3ആയിട്ട് തിരിക്കാം നമുക്കതിന്, ആ വാക്കിന്. സോ ഓരോന്നിനും നമ്മൾ ഓരോ സിലബിൾ എന്നാ പറയുക. കളർഫുൾ, കളർഫുൾ എന്നതാണ് 3 സിലബിളാക്കാം. കളർഫുൾ എന്ന് ചേർത്ത് പറയും, കളർഫുൾ എന്ന് പറയും. അനദർ, അനദർ, അനദർ. അപ്പോൾ ആ ആണ് അതിൻ്റെ ആദ്യ സിലബിള്. എന്നോയാണ് അത് രണ്ടാമത്തെ സിലബിള്. THER തർ, അനദർ. അങ്ങനെ 3 സിലബിളുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ സിലബിളിനെ നമുക്ക് വേറെ വേറെ മനസ്സിലാക്കാൻ കഴിയണം. ലെറ്റ് us റൈറ്റ്, നമുക്ക് എഴുതാം. റീഡ് ദ വേർഡ്സ് ഇൻ കോളം എ. കോളം എയും പിന്നെ കോളം ബിയും തന്നിട്ടുണ്ട്, കണ്ടില്ലേ? കോളം എയിലെ വാക്കുകളൊന്ന് വായിക്കണം. പിന്നെയോ കംപ്ലീറ്റ് ദ വേർഡ്സ് ഇൻ കോളം ബി ദാറ്റ് റൈംസ് ഇറ്റ്. അതേ ഈണത്തിലുള്ള കോളം ബിയിലെ വാക്കിനോട് ചേർത്ത് വായിക്കണം. മനസ്സിലായില്ലേ? മനസ്സിലാക്കണം. എന്നിട്ട് ഹിൻഡ്, വേർഡ്സ് ഇൻ ദ കോളം ബി ഷുഡ് ബി ദ നെയിംസ് ഓഫ് ബേർഡ്സ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. കോളം എയും കോളം ബിയിലെയും ആദ്യത്തെ ഒരെണ്ണം നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇല്ലേ? ഗ്രോ, ക്രോ. ഗ്രോ കഴിഞ്ഞാൽ പിന്നെ ക്രോ എന്നാണ് ഈണത്തില്ലേ? ഗ്രോ, ക്രോ. CARROT, ക്യാരറ്റ്. അപ്പുറത്ത് PROT, പാരറ്റ്. ക്യാരറ്റ്, പാരറ്റ്. പെന്ന്, ഹെന്ന്. അപ്പോൾ HEN, ഹെൻ, പെൻ, ഹെൻ. ആരോ, സ്പാരോ, ARROW, ആരോ. SPARROW, സ്പാരോ. ആരോ എന്ന് പറഞ്ഞാൽ അമ്പെ, സ്പാരോ എന്ന് പറഞ്ഞാൽ കുരുവി. അടുത്തോ നോക്കിയേ, ബ്ലോക്ക്. ഇപ്പുറത്തോ 3 വരെ താഴത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പീ കോക്ക് എന്നാണ്. പീ കോക്ക്. ബ്ലോക്കിൻ്റെ സ്ഥാനത്ത് പീ കോക്ക് എന്നാണ് ചേർക്കേണ്ടത്. അതിൻ്റെ അടുത്ത് തമ്മിൽ ഒരേ സൗണ്ട് വരുന്നത്. അപ്പം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഗ്രോ, ക്രോ, ക്യാരറ്റ്, പാരറ്റ്, പെൻ, ഹെൻ, ആരോ, സ്പാരോ, ബ്ലോക്ക്, കോക്ക്. പീ കോക്ക് എന്ന് പറയും. പീ കോക്ക്, ബ്ലോക്ക്, പീ കോക്ക്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അവിടെ എന്താണെന്ന് നോക്കാം കേട്ടോ. മേക്ക് സെൻറ്റൻസസ് യൂസിങ് 1 വേർഡ് ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്നും വാക്കെടുത്ത് ചേർത്തിട്ട് ഒറ്റ സെൻറ്റൻസ് ഉണ്ടാക്കണം. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദി ബ്ലാങ്ക്സ് ഗിവൺ ബിലോ. ആ സെൻറ്റൻസ് താഴെ എഴുതണം. കണ്ടില്ലേ? ടുഡേ, ഒന്നാമത്തെ ബ്ലാങ്ക്, ഒന്നാമത്തെ അടുത്ത് ടുഡേ എന്ന് മാത്രമേ കിടത്തുള്ളൂ ബോക്സിൽ. രണ്ടാമത്തെ ബോക്സിൽ ഐ ഉണ്ട്. വി, രജനി, ഷീ, ഹരീഷ്. മൂന്നാമത്തേലോ വിൽ ഗോ. നാലാമത്തെ ബ്ലോക്കിലെ 2A. അഞ്ചാമത്തെ ബ്ലോക്കിൽ ഒത്തിരി ഉണ്ട് അല്ലേ? വില്ലേജ്, സ്കൂള്, പാർക്ക്, ഫാം, തിയേറ്റർ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഓരോ വാക്കുണ്ടാക്കണം. ഓരോ കോളത്തിൽ നിന്ന് ഓരോന്നിടത്തുണ്ട്. ടുഡേ ഐ വിൽ ഗോ ടു എ പാർക്ക്. അങ്ങനെ പറയാം. ടുഡേ ഐ വിൽ ഗോ ടു എ പാർക്ക്. ടുഡേ വി വിൽ ഗോ ടു സ്കൂൾ. അല്ലെ വി വിൽ ഗോ ടു എ ഫാം. എന്നിങ്ങനെ നമുക്ക് അനേകം സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. കേട്ടോ? അപ്പോഴേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.